Amritwani Life Kit Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Judges. Yes. ഫാമിലി റൗണ്ടിലേക്ക് പോവാം. ഒരു കുടുംബം കാല് കുത്താൻ പോകുന്നു നമ്മുടെ ഈ ഫ്ലോറിലേക്ക്. ആണോ? മറ്റവരൊക്കെ എന്താ തലകുത്തിയാണോ വന്നത്? ഏതാണോ കുടുംബം? നല്ല മൂഡിലായിരുന്നു. അതെ, വേഗം വിളിക്ക്. അതാ വരാൻ പോകുന്നത് ആരാന്നറിയോ? സഞ്ജയ് ഫാമിലിയാണ്. ഫാമിലി. ഉള്ള നീറെല്ലാം കടിച്ച് പണിയാക്കി. അവക്ക് ഇപ്പൊ തന്നെ മാങ്ങാ ചമ്മന്തി കഴിക്കണം. അഞ്ജു, എടി അഞ്ജു. കിട്ടിയോ സുരേഷേട്ടാ? എന്റെ അഞ്ജു, നിനക്ക് ഇപ്പൊ തന്നെ മാങ്ങാ ചമ്മന്തി കഴിക്കണം. എന്താ ഇത്ര നിർബന്ധം? തേങ്ങാ ചമ്മന്തി ഇറങ്ങൂലേ? അതിനിത് എനിക്ക് മാത്രല്ല. ആ, അപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എഴുന്നള്ളുന്നുണ്ടാവും. ഒന്ന് പോ സുരേഷേട്ടാ. ഇതൊരു സ്പെഷ്യൽ ആളാ. പക്ഷേ ഇങ്ങോട്ട് വരാൻ കുറേ ദിവസം എടുക്കും. കൊറേ ദിവസം എന്ന് പറയുമ്പോ 10 മാസമാ അതിന്റെ കണക്ക്. അയ്യോ അയ്യോ, എടി നമ്മുടെ മോനെങ്ങാനും പറഞ്ഞ? അത് തന്നെയാ എന്റെ ടെൻഷൻ. എന്താ അത് പിന്നെ മോനെ, അമ്മക്ക് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. എന്താന്നേ? അച്ഛനോട് ചോദിക്ക്. എന്തേലും പറയാനുണ്ടേ പറ. എനിക്ക് പോയിട്ട് 100 കൂട്ട പണിയുണ്ട്. എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അമ്മ വീണ്ടും ഒരു അമ്മയാകാൻ പോവാ. അത് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ മുഖം പൊത്തിയേ? അവൻ വല്ല കയ്യബദ്ധവും കാണിച്ചാലോ? അച്ഛനിപ്പ എന്താ പറഞ്ഞേ? അല്ല മോനെ, നിനക്ക് ഓക്കെ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അപ്പു മോനെ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടടാ. ഞാൻ പോവാ മോനെ. അപ്പോ ഞാൻ പോയി തൊട്ടിൽ വാങ്ങിട്ട് വരാം. പുതിയൊരാള് വരാൻ പോവല്ലേ, എന്തെല്ലാം ഒരുക്കണം. ആദ്യം ആ ശരത് സാറിനെ വിളിച്ചൊരു പാട്ട് കമ്പോസ് ചെയ്യാൻ പറയണം. ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ട് നടന്നോളൂ. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷു കിളിമകളെ. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷു കിളിമകളെ. സുഖമോ അമ്മ കിളി തൻ കുശലം തേടും മഴകേ. വരുന്നാവോര് പാടാനി ഇനി വരും വിഷുനാളിൽ. വാലിന്മേൽ പൂവും പാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷു കിളിമകളേ. അമ്മ തിരുവയറുള്ളിൽ കുറുകണ് കുഞ്ഞരിപ്രാവ്, കുഞ്ഞമ്മിണിപ്രാവ്. അമ്മ തിരുവയറുള്ളിൽ കുറുകണ് കുഞ്ഞരിപ്രാവ്, കുഞ്ഞമ്മിണിപ്രാവ്. എന്തിനി വേണം എന്നരുളേണം തുന്നലിനവിലൊപ്പുവൻ കനിയോ. തുമ്പപ്പൂ ചോറോ തൂഷനില തൻ തുഞ്ചത്തു വച്ച പഴം നുറുക്കോ. തിരുനെല്ലി കാവിലെ തിരുനെല്ലി കാവിലെ ചെറുതച്ചി തേൻ പഴം വരു കണ്ട തേൻ മാവിൽ വിരുന്നു കൂടാൻ പോകാം. വാലിന്മേൽ പൂവും പാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷു കിളിമകളേ. ആ
കുട്ടിക്കുറുങ്ങാരി തത്ത പെണ്ണുമായി കൂട്ടുകൂടാലോ, ഇനി കൂട്ടുകൂടാലോ. കുട്ടിക്കുറുങ്ങാരി തത്ത പെണ്ണുമായി കൂട്ടുകൂടാലോ, ഇനി കൂട്ടുകൂടാലോ. പൊൻകുരുത്തോല കുടയുണ്ടേ, കുഞ്ചും ചിലമ്പിൻ മണിയുണ്ടേ, പുന്നക കയ്യിലെ തുടിയുണ്ടേ, പൂക്കുല തുള്ളുന്ന താളമുണ്ടേ. കളമനെൽ പാടത്തെ കളമനെൽ പാടത്തെ കളമൽ തേൻപഴം ഇനി എൻ്റെ കോച്ചമ്പ്രാട്ടി മനസ്സിൽ മോഹം ചൊല്ലു. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷു കിളിമകളെ. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷു കിളിമകളെ. സുഖമോ അമ്മ കിളി തൻ കുശലം തേടും അഴകേ. വരുന്നാവൂര് പാടാനി ഇനി വരും വിഷുനാളിൽ. വാലിന്മേൽ പൂവും പാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി വന്ന വേഷു കിളിമകളേ. സുരേഷേട്ടാ, കാശൊക്കെ ചെലവാക്കുന്നത് ഇനി സൂക്ഷിച്ചു വേണം. എഞ്ചിനീയറിങ്ങിനൊക്കെ ഒരു അഡ്മിഷൻ എടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. എന്റെ കുഞ്ഞിനെ എഞ്ചിനീയർ ആക്കാനോ? ഡോക്ടറെ മതി, അത് ഞാൻ ഫിക്സ് ചെയ്തു. എന്താ അച്ഛാ ഇത്? ഇതുവരെ നിങ്ങളുടെ തർക്കം തീർന്നില്ലേ? അല്ലടാ, ഇവള് പറഞ്ഞത് കേട്ടോ. രണ്ടുപേരും പറഞ്ഞത് കേട്ടു. നിങ്ങൾ ഇത് ഏത് കാലത്താ ജീവിക്കുന്നേ? ഒരു കുഞ്ഞ് വളർന്ന് 10-20 വയസ്സ് കഴിയുമ്പോൾ നല്ലൊരു പ്രൊഫഷൻ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. അതിന് സപ്പോർട്ട് ചെയ്യുക വേണ്ടത്, അല്ലാതെ പേരൻസിന്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. മോനെ, അച്ഛനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അച്ഛാ? മോൻ എത്ര വയസ്സായി? 36. ഇത്രയും അറിവ് പകർന്ന നീ നാളെ മുതൽ വല്ല പണിക്കും പോയിക്കോണം. സൂപ്പർ. ജഡ്ജസ്, സഞ്ജയ് ഫാമിലിയുടെ ഒരു കിടുക്കാച്ചി പെർഫോമൻസ് ഒന്നും പറയാൻ. സിമ്പിൾ. സഞ്ജയും അച്ഛനും അമ്മയും വന്നു പൊളിച്ചടുക്കി. എന്തായാലും പരിചയപ്പെടാം നമുക്ക്. ഞാൻ സഞ്ജയുടെ അമ്മ, എന്റെ പേര് അഞ്ജലി, ഹൗസ് വൈഫാണ്. ഓക്കെ. ഞാൻ സഞ്ജയിന്റെ ഫാദറാണ്, പേര് സുരേഷ്. ഓക്കെ. ഓ, എന്താ അഭിനയം രണ്ടുപേരും. ശരിക്കും നമ്മള് അതിലേക്ക് തന്നെ മാത്രം ഫോക്കസ് ചെയ്ത് ഇടയ്ക്കൊന്ന് പാട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ സാർ അറിയാണ്ട് അങ്ങനെ. അതെ അതെ, ആ ബുക്ക് മാത്രം മനസ്സിലായില്ല. ബുക്ക് എന്ത് ബുക്കാണ് എടുത്ത് നോക്കിയത്? 2 ബുക്കുണ്ട്. ഒരു ബുക്ക് ഗർഭകാല ശുശ്രൂഷകൾ. അച്ഛൻ ആദ്യം എടുത്തു നോക്കിയത്. അപ്പൊ ഇവൻ എടുത്തു തന്നത് സുഖപ്രസവത്തിന് 10 എളുപ്പവഴികൾ. സുഖപ്രസവത്തിന് 10 എളുപ്പവഴികളോ? കൊള്ളാം മോനെ. ഓക്കെ, എന്നാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ക്ലൈമാക്സ് ഒക്കെ പൊളിച്ച് വല്ല പണിക്ക് പോണം. അല്ല, ശരിക്കും ഇനി പ്ലാനിങ് ഉണ്ടോ അച്ഛാ? കണ്ടിട്ട് ശരിക്കും ഒരു പ്ലാനിങ് ഉണ്ടോ അച്ഛാ? ആവാം. അച്ഛന്മാരോട് ചോദിക്കേണ്ട ചോദ്യമാണോ? അച്ഛന്മാരോടല്ലേ ചോദിക്കും, പിന്നെ അമ്മമാരോട് ചോദിക്കാം. രണ്ടുപേരോടും കൂടെ ഞാൻ ചോദിച്ചേ. അല്ല, രണ്ടുപേരോടും ഞാൻ ശരിക്കും ചോദിക്കാം. സത്യം പറഞ്ഞാല് ഇവൻ ഉണ്ടായതിനു ശേഷം ഒരു കുട്ടിയും കൂടി വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആ സമയത്ത് സാധിച്ചില്ല. ഇവനെ കൊണ്ടുള്ള കുറെ യാത്രകളായി പോയി കുറെ കാലം. അവനെ ഒരു സാധാരണ കുഞ്ഞിനെ പോലെ ആക്കിയെടുക്കാനുള്ള നെട്ടോട്ടത്തിനിടയിലായിരുന്നു ഞങ്ങള്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. അവൻ മതിയല്ലോ, ഒരു 100 കുഞ്ഞുങ്ങൾക്ക് സമമാവാൻ. ഡയമണ്ട് ആണ്, ഡയമണ്ട്. എന്തായാലും സൂപ്പർ ആയിരുന്നു. ഇവർ രണ്ടുപേരും റീൽസ് ഒക്കെ ചെയ്യൽ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടാ. അച്ഛൻ പിന്നെ ഓൾറെഡി ആർട്ടിസ്റ്റ് ആണ്, കീബോർഡ് ആർട്ടിസ്റ്റ് ആണ് അച്ഛൻ. ഇവർ രണ്ടുപേരും അല്ലേ സഞ്ജയ്? അതൊക്കെ ഒന്ന് പറ എല്ലാരോടും. അതെ അതെ, നമ്മൾ ഫ്രീ ടൈംസ് കിട്ടുന്ന സമയത്ത് അച്ഛനും ഞാനും അമ്മയും കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ റീൽ ചെയ്തിടും. ശരി. അത്യാവശ്യം
പോവാറുണ്ട്, നല്ല റീച്ച് ഒക്കെ പോവാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് സഞ്ജയനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ. ഇപ്പൊ നേരത്തെ അമ്മ പറഞ്ഞ പോലെ, എപ്പോഴും അച്ഛനും പറഞ്ഞ പോലെ എപ്പോഴും സഞ്ജയുടെ കൂടെ തന്നെ നിങ്ങൾ രണ്ടുപേരും രണ്ട് തൂണുകളായിട്ട് ഇങ്ങനെ കൂടെ ഉണ്ട്. പക്ഷെ ഇപ്പതാ ക്വാർട്ടർ ഫൈനൽസ് എത്തിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷം കൂടെ പറഞ്ഞിട്ട് ഞാൻ വിടാം. അല്ല, ഭയങ്കര സന്തോഷം തന്നെയാണ് ഇവനിങ്ങനെ ഒരു ഫ്ലോറിൽ ഇങ്ങനെ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ, പാടുന്നത് കാണുമ്പോൾ. ഞാൻ മുന്നേ പറഞ്ഞത് തന്നെയാണ്, പറഞ്ഞ പോലെ സംസാരിക്കാൻ വയ്യാന്ന് ഞങ്ങൾ കരുതിയ മകൻ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും, ഇവിടെയുള്ള എല്ലാവർക്കും, ജഡ്ജസിനും ഗ്രൂമേഴ്സിനും ബാക്കിയുള്ള എല്ലാവർക്കും വളരെയധികം നന്ദി. ഞങ്ങൾ ഇന്നലെ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മോൻ്റെ ഈ സ്പീഡിൽ സംസാരിക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ ഇപ്പോഴെങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി, അല്ലാതെ അവനെ കമ്പൽ ചെയ്ത് അവൻ്റെ മനസ്സിന് അല്ലെങ്കിൽ മെൻ്റൽ ഒരു പ്രഷർ വരും. അപ്പോൾ അവൻ്റെ സംസാരത്തിൽ അത് മോശമായിട്ടാണ് അത് ബാധിക്കുക. പിന്നെ ഒരു വിക്ക് പോലെ എങ്ങാനും വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനെ ഒന്നിനും നിർബന്ധിക്കേണ്ട. അവൻ്റെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ അവന് ഭംഗിയായി നടത്താൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവനെ ഒന്നിനും അങ്ങനെ സംസാരത്തിന്റെ രീതിയിലൊന്നും നിർബന്ധിക്കേണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ ഇനിയിപ്പോ ഈ 18 വയസ്സായി കഴിഞ്ഞാൽ അവന് കുറെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ ബോൺ ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അത് ഞങ്ങൾ കഴിഞ്ഞ മാസം ഡോക്ടർ കണ്ടു, വേറെ സ്പെഷ്യലിസ്റ്റിനൊക്കെ കണ്ടു. അവരിപ്പോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. എല്ലാം ഭംഗിയാവും. അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും ചെയ്യേണ്ടി ഉള്ളൂ. അതെ, ഇപ്പൊ ഒരു കുഴപ്പമില്ല, അവൻ ചക്കര പോലെ നിൽക്കല്ലോ. അതെ, ക്വാർട്ടർ ഫൈനൽസ് എത്തി തകർത്ത് പെർഫോം ചെയ്തോണ്ടിരിക്കുകയാണ് സഞ്ജയ് ഇവിടെ. അപ്പൊ ഇന്ന് ലാസ്റ്റ് റൗണ്ടും കൂടെയാണ് ഇവിടെ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അച്ഛാ അമ്മ. താങ്ക് യു. ഓക്കെ, അപ്പൊ 36-38 വയസ്സോ? 36 വയസ്സുള്ള സഞ്ജയ് ഇത്ര പെട്ടെന്ന് മറ്റേ നമ്മുടെ ശരത് സാറ് പാട്ടൊക്കെ റെഡിയാക്കി തന്നല്ലേ, പെട്ടെന്ന് പാടാനായിട്ട്. ഓ സാർ, ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. താങ്ക് യു സോ മച്ച് സാർ, ഇങ്ങനെ ഒരു പാട്ട് നമുക്ക് തന്നതിന്. അപ്പൊ നമുക്ക് സാറിനോട് തന്നെ ആദ്യം ചോദിക്കാം. ശരത് സാർ. സഞ്ജയ് സാറേ, മോനെ നന്നായിട്ട് പാടിയിട്ടാ, നന്നായിട്ട് പാടി. കാര്യം എനിക്ക് കുറെ ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടെ. കാര്യം ഇതൊരു വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഫിലിമിൻ്റെ തീമെന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് പ്രായമായ ഒരു അമ്മ ഗർഭിണിയാകുന്നു എന്നുള്ളത്, അത് ആ മകൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ കഥാതന്തു. അത് നന്നായിട്ട് പാടി. ഇതിന്റെ ഡീറ്റെയിൽസ് പറയുക, എൻ്റെ പേരൊഴിച്ച്. ഇല്ല, അത് ഞങ്ങൾ പറയും. മൂവി പവിത്രം, വരികൾ എഴുതിയത് ONV കുറുപ്പ് സാറ്, പാടിയത് MC ശ്രീകുമാർ സാറും അതുപോലെ സുജാത മാമും, കമ്പോസ് ചെയ്തത്. അവനെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അത് ആ ഒരു പാട്ട് എന്താണോ തരേണ്ടത് അത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഉറപ്പായിട്ട്. മൊത്തത്തിൽ നന്നായിട്ട് തന്നെ പാടി. പിന്നെ 1-2 കറക്ഷൻ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നോട്ട് ചെയ്ത്. അമ്മ കിളിതൻ ഒന്ന് പാടാമോ? അമ്മ കിളിതൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. പിന്നെ വേശു കിളിമകളെ നിർത്തുന്നത് വന്ന വേശു കിളിമകളെ, വേശു വേശു വന്ന വേശു കിളിമകളെ, 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 കിളിമകളെ. അത് അത്രയ്ക്ക് ബലം വേണ്ട കേട്ടാ. മോനെ നന്നായിരുന്നു. പിന്നെ എന്തിനി വേണം അതൊന്ന് പാടാമോ? എന്തിനി വേണം എന്നൊരു, എന്തിനി വേണം, എന്തിനി വേണം അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനാ ഞാൻ പറഞ്ഞത് സാർ. പിന്നെ ആ ആലാപം ഒന്ന് പാടാമോ? തിരുനെല്ലി. അതല്ല, അത് സൂപ്പർ ആയിരുന്നടാ, അത് അസാധ്യമായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ചരണത്തിന് മുമ്പ് ഒരെണ്ണം വരത്തില്ലേ, അത് പാടാമോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മതിയെന്ന് ഭാഷ നിർത്തത്തോളം എന്തോന്നാണ് അഹങ്കാരി. പിന്നെ എനിക്ക് രസകരമായിട്ട് തോന്നിയ 1-2 കാര്യങ്ങൾ. പൊൻകുരുത്തോല
കുടയുണ്ടേന്ന് പാടി. ഇടവപ്പാതി ആയതുകൊണ്ടോ? പൊൻകുരുത്തോല കുഴലുണ്ടേക്ക് ഒരു കുടയുണ്ടേന്ന് പാടി. ഞാൻ മഹാബലിയായിട്ട് മാറിയിരുന്നു, വാമനോ. മഴയൊക്കെ അല്ലേ? അത് തന്നെ. പിന്നെ ഒരെണ്ണം ലിറിക്ക് മറന്നുപോയി, അത് പോട്ടെ, അത് കുഴപ്പമില്ല. വേറെ ഏതാണ്ടൊക്കെ പാടി. എന്തായിരുന്നത്? ഒന്നും പാടില്ല, വേറെന്താ ബ്രീന്നായിട്ട് അത് വേറെന്തോ വായ്പ ഒന്നും പാടിയിട്ടില്ല. അത് കുഴപ്പമില്ലടാ, അതൊന്നും ഒരു സംഭവമല്ല. എന്നാലും മറക്കരുത് കേട്ടോ. ലിറിക്ക് മറന്നു കളയരുത്. അതെല്ലാം കണക്ട് ചെയ്തൊക്കെ പഠിച്ചു വെച്ചാൽ ഇതിങ്ങനെ മാറിപ്പോകത്തില്ല. പക്ഷേ എന്തൊക്കെയായാലും എനിക്ക് എൻ്റെ പഴയ ഓർമ്മ, റെക്കോർഡിംഗ് സ്റ്റുഡിയോയും MG അണ്ണൻ വന്നതും ഇത് പാടാൻ നമ്മുടെ ജഗതിച്ചേട്ടൻ വന്നതും പാടാതെ പോയതും ഒക്കെ എനിക്ക് നമ്മുടെ സുജാ ചേച്ചി ഇച്ചിരി കൂടെ വന്ന് പാടിയതും എല്ലാം കൂടെ, ചേച്ചി എല്ലാം കൂടെ വന്നാൽ പാടി കേട്ടോ. ഇതിന് താളമഴിഞ്ഞു എന്നുള്ള പാട്ട് പാടാനാണ് ചേച്ചി വന്നത്. അപ്പോൾ ചേച്ചിയെ കൈ കിട്ടിയപ്പോൾ ഞാൻ ശ്രീരാഗമോയില ഒരു ആലാപുണ്ടല്ലോ, ആ ഗ്രഹഭേദമുള്ളത്, അത് ചേച്ചിയെ കൊണ്ട് പാടിച്ചു. അപ്പോൾ ഇത് ജഗതിച്ചേട്ടൻ പാടിയതുമില്ല, എന്നാൽ പിന്നെ ഇതും കൂടെ ചേച്ചി പാടുന്നു പറഞ്ഞ് പാടിച്ചു. അതൊക്കെ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. എന്നൊക്കെയാലും മോനെ കുറേ സന്തോഷം, നീ എൻ്റെ പാട്ട് എടുത്തുകൊണ്ട് വന്ന് മനോഹരമായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. പിന്നെ ആ ക്ലൈമാക്സിലെ കോമഡി മാത്രമേ നമ്മൾ ഓർത്തുള്ളൂ. ആ മെസ്സേജ് സൂപ്പർ ആയിരുന്നു, വണ്ടർഫുൾ. അതിങ്ങനെ കുറെ പേരുണ്ട്, അതെ, ഭയങ്കര അച്ഛനും അമ്മയും ഭരിച്ച് എന്നാൽ ഒന്നിനും കൊള്ളരുതാതെ ജീവിക്കുന്ന കുറെ പേര് എനിക്കറിയാം. എനിക്ക് വളരെ അടുത്തറിയാവുന്ന കുറെ പേരുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നമ്മൾ അതും നീ പറഞ്ഞതും അത് വളരെ നല്ല കാര്യമാണ്. ഇപ്പൊ ഞാനെങ്ങാണ് എനിക്കൊരു ബാങ്കിലൊരു ജോലി മേടിക്കണം, അല്ല ബാങ്കൊക്കെ പൂട്ടി പണ്ടാറണ. ഇപ്പൊ ഞാൻ ഉള്ള സത്യം പറയാം, എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ എനിക്കിതേ അറിയാവൂ. എന്നാ നീ ചിരിക്കണം. അല്ല ഞാൻ സത്യം പറഞ്ഞ അത് എൻ്റെ അമ്മയും അച്ഛനും, അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ. ഇതായിക്കോട്ടെ, ആരും എൻ്റെ വീട്ടിൽ ആരും സമ്മതിച്ചിട്ടില്ല ഞാൻ ഈ മ്യൂസിക് എന്ന് പറഞ്ഞു പോകാൻ. പക്ഷെ അത് ഇങ്ങനെ വന്നോണ്ടല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും നന്ദി. ചേച്ചി സഞ്ജയ് ഉഗ്രനായിരുന്നു ആക്ട്. എല്ലാം ആദ്യം മുതൽ അവസാനം വരെ പൊളിച്ചു. ഉങ്ക സോങ് ടോപ്പ് ക്ലാസ്. ഞങ്ങള് താങ്ക് യു പറയുന്നു. പിന്നെ എനിക്ക് ഇതില് ആ മറന്നുപോയ സ്ഥലം, സത്യം പറഞ്ഞാല് ഈ അച്ഛനും അമ്മയും ഇവിടെ അഭിനയിച്ചിട്ടേ ശ്രദ്ധ മുഴുവൻ അവിടെയായിരുന്നു. ഞാൻ അവരെ നോക്കിയിരിക്കുക. ഇതിങ്ങനെ ഈ സിനിമയിൽ ശരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാട്ട് പോകില്ലേ, അതുപോലെ നല്ല ഭംഗിയായിട്ട് മോൻ പാടി. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് തിരിയാഞ്ഞത്. മൈൻഡ് നല്ലപോലെ മോൻ പാടുന്നതുകൊണ്ടാണ് നോക്കാഞ്ഞത്. അതെല്ലാം ഇങ്ങനെ രസമായിട്ട് നോക്കി. ഇനി ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇനി ഒന്ന് സഞ്ജയനൊന്ന് ശ്രദ്ധിച്ചേക്കാന്ന്. തിരിഞ്ഞു നോക്കിയപ്പോ സഞ്ജയ് ലിറിക്ക് അവിടെ മറന്നു വേറെന്തോ. എന്നിട്ട് എല്ലാരും നോക്കുന്നുണ്ട് സഞ്ജയ്, ഞാൻ മറന്നു, ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊരു നോട്ടോ. പക്ഷെ ആ പാട്ടിനകത്തുള്ളൊരു ഫീല്, അതിൻ്റെ ഒരു മാജിക്കാണ് ശരിക്കും നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അപ്പം മോനെ നല്ല ഉഗ്രൻ സെലക്ഷൻ. അതുമാത്രമല്ല നന്നായി പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സഞ്ജയ് പാടിയത്. ഈ പറഞ്ഞ മാതിരി ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു നല്ല രസമായിട്ട് പാടുന്നു. സാർ പറഞ്ഞ സാർ അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അപ്പം അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ പാട്ടൊക്കെ വേദിയിൽ പാടുമ്പം ഈ കറക്ഷൻസൊക്കെ റെഡിയാക്കി മാറ്റിയെടുത്ത് വൃത്തിയാക്കിയിട്ട് പാടുക. അല്ലാതെ യു ഹാവ് എ വണ്ടർഫുൾ ഫ്യൂച്ചർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള ഭാഗങ്ങളല്ല, ഏറ്റവും ഹൈ പോകുന്ന പോർഷൻസൊക്കെ സഞ്ജയ് അങ്ങ് നിഷ്പ്രയാസം പാടും. അത് ആ ആലാപ്പും ആ അവിടെയുള്ള ഹയർ പോർഷൻ ലൈനൊക്കെ നൈസായിട്ട് പാടി. അത് വളരെ സ്മൂത്തായിട്ട് പോയി. അതൊക്കെ രസമുണ്ടായിരുന്നു മോനെ. പിന്നെ സഞ്ജയുടെ ഉള്ളിൽ ഒരു ആക്ടർ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തായാലും സഞ്ജയ്ക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നടൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ എന്തെങ്കിലും ഒരു രീതിയിൽ ഭാവി വളരെ വളരെ വലുതാണ്. നല്ല ഹ്യൂമർ സെൻസ് ആണ്. എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും സഞ്ജയും കൂടെ ലാസ്റ്റിലൊരു പോസിൽ നിന്നില്ലേ, അതൊരു പോസായിരുന്നു. ഞാൻ അതിലാണ് ശ്രദ്ധിച്ചത്. കാരണം ഞാൻ അമ്മയിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അമ്മയും അതേപോലെ എക്സ്പ്രഷനൊക്കെ ഇട്ട് ശരിക്കും ആ ഫാമിലിയുടെ ഒരു സ്നേഹം കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. അതുകൊണ്ട് ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ തന്നെ നല്ല കാര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഷാനിക. സഞ്ജയ് നന്നായിരുന്നടാ. ഈ ഒരു സിനിമ ഉണ്ടല്ലോ, അത് എന്താ പറയുക, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചേട്ടച്ചൻ എന്നാണ് പിന്നെ വിളിക്കുന്നത് ലാലേട്ടൻ. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ലേ? ഭീകരമാണ് അത്. ഇപ്പൊ കണ്ടാലും നമ്മുടെ മനസ്സൊന്ന് വേദനിക്കും. അതുപോലത്തെ ഒരു സിനിമ. പിന്നെ ഇദ്ദേഹം ചെയ്തു വെച്ച പാട്ടുകൾ അതിനകത്തുള്ളത് എന്താ പറയാ,
ഒന്നും പറയാനില്ല, ഒരു കയ്യടി. അതെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇദ്ദേഹത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതൊന്നും ഞാൻ ഫീൽഡിൽ വന്ന സമയത്തൊന്നും ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചല്ല. ഇദ്ദേഹത്തിന്റെ സൈഡിൽ നമ്മളൊക്കെ ഇങ്ങനെ അവിടെ വെച്ച ആളുകളാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ സൈഡ് ഇതുപോലെ ഒരു വേദി ഷെയർ ചെയ്യാന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആണ്. പിന്നെ നമ്മൾ എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ എന്ന് പറയാം, ഞാൻ ചാടുന്ന കുരുക്കുകളിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ. അപ്പോൾ അത്രയും എന്താ പറയുക, ഒരു ജ്യേഷ്ഠനേക്കാളും ഞാൻ വില വെക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. പിന്നെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളും ഒന്നും പറയാനില്ല. പിന്നെ ഇവിടുത്തെ കണ്ടസ്റ്റൻസിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇതുപോലെ ശരത്തേട്ടൻ ചെയ്ത പാട്ടുകൾ ശരത്തേട്ടൻ്റെ മുമ്പെന്ന് തന്നെ പ്രസൻറ്റ് ചെയ്യാന്ന് പറയുന്നത്. അത് വലിയൊരു കാര്യമാണ് സഞ്ജയ്. അതുകൊണ്ട് ഓൾറെഡി യു ആർ ബ്ലെസ്ഡ്, യു ആർ സോ മച്ച് ബ്ലെസ്ഡ്, അങ്ങനെ പറയാം. പിന്നെ നിങ്ങളുടെ ഹോൾ ആക്ട് ഒരു രക്ഷയില്ലായിരുന്നു, ഗംഭീര ആക്ടായിരുന്നു സഞ്ജയ്. പിന്നെ ഓഫ് കോഴ്സ് അതിനകത്തുള്ള ഒരു ഫൺ എലമെന്റ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ വളരെ ഇപ്പോഴത്തെ കാലത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് സഞ്ജയ് പറയുന്നുണ്ട് ഈ മാതാപിതാക്കളുടെ പ്രഷറിനെ പറ്റിയിട്ട്. അപ്പം ഈ സ്ക്രിപ്റ്റിന് വലിയൊരു കയ്യടി. സഞ്ജുക്കനായിട്ട് പാടി. ഇതിൻ്റെ കമ്പോസർ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ഹമ്മിങ് ആയിരുന്നു, പിന്നെ ആദ്യത്തെ അമ്മക്കിളിതൻ, പിന്നെ ചരണത്തിന് മുന്നേ ഉള്ള ഹമ്മിങ്, പിന്നെ പൊൻകുരുത്തോല അത് കൊടയാക്കി, പിന്നെ അതിനിടയിൽ ആ ലിറിക്ക് വിട്ടുപോയത്. പക്ഷെ വളരെ ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. അച്ഛനമ്മ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ലിറിക്കൊന്നും അങ്ങനെ മറക്കാറില്ലല്ലോ സഞ്ജയ്. ഇല്ല, അതെന്തോ ബ്രെത്ത് കട്ടായത് പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ മറന്നതാണോ? അങ്ങനെ മറക്കാറേ ഇല്ല. ആണോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ മാർക്സ് ചോദിക്കാം. ചേച്ചി. സഞ്ജയ്, സഞ്ജയ്ക്ക് 9.4 മാർക്സ്. താങ്ക് യു ചേച്ചി. ശരത് സർ. ശക്കരെ 9.3 മാർക്സ്. താങ്ക് യു സർ. ഷാനിക. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം, ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 18.7. കഴിഞ്ഞില്ലേ എല്ലാം? വിശ്രമിക്കൂ, ചെല്ലു. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ.